ഫാസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പാർവതി. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് ബർസ്റ്റ് ടൈം. അസ്യൂം ദാറ്റ് ഓൾ ദ പ്രോസസ്സസ് അറൈവ് അറ്റ് ടൈം 0. ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് വെയിറ്റിംഗ് ടൈം. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കുറേ പ്രോസസ്സേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? CPU ഉപയോഗിക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ P1, P2, P3 എന്ന് പറയുന്ന 3 പ്രോസസ്സസ് ഉണ്ട്. ഈ ഓരോ പ്രോസസ്സ് P1 ഉപയോഗിക്കുന്നത് 24 നാനോ സെക്കൻഡ്സ് ആണ്, P2 3 നാനോ സെക്കൻഡ്സ്, P3 3 നാനോ സെക്കൻഡ്സ്. മില്ലി സെക്കൻഡ്സ് ആണെങ്കിൽ മില്ലി സെക്കൻഡ്സ്, എത്രയാണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റ് എടുക്കുക. സോ ഇവിടെ 3 പ്രോസസ്സും അതിൻ്റെ ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ പ്രോസസ്സും 0 എന്ന് പറയുന്ന ടൈമിലാണ് എത്തുന്നത്. അതായത് എല്ലാ പ്രോസസ്സും ഒരേ സമയത്താണ് എത്തുന്നത് 0 എന്ന് പറയുന്ന ടൈമിൽ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് വെയിറ്റിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറേ പ്രോസസ്സും അതിൻ്റെ ബേസ്റ്റ് ടൈം CPU യൂട്ടിലൈസേഷൻ ടൈമും തന്നിട്ടുണ്ട്. എല്ലാ പ്രോസസ്സും വരുന്നത് 0 ടൈമിലാണ്, അതായത് സെയിം ടൈമിലാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് P1 എന്ന് പറയുന്ന ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രോസസ്സ് P1 വന്നു. സോ P1 വന്നത് 0th സെക്കൻഡിലാണ്. അപ്പോൾ ആദ്യമേ 0th സെക്കൻഡിൽ P1 വന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. സംശയമില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ച് അൽഗോരിതം ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. സോ P1 പ്രോസസ്സ് 0th സെക്കൻഡിൽ വന്നു. എന്നിട്ട് CPU യൂട്ടിലൈസേഷൻ ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് ആണ്. ക്വസ്റ്റ്യനിൽ തരാൻ വിട്ടുപോയതാണ് കേട്ടോ, അത് നിങ്ങൾ ഓർത്തെഴുതണം. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ 4 യൂണിറ്റാണ് എന്നുള്ള ടൈം തരാൻ വിട്ടുപോയിട്ടുണ്ട്, അതൊന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 0 P1 4 യൂണിറ്റ് ടൈം കൊടുത്തു. അപ്പോൾ 4 യൂണിറ്റ് ടൈം P1 റൺ ചെയ്തു. അപ്പോഴത്തേക്കും P2 വന്നു. P2ന് പക്ഷേ 4 യൂണിറ്റ് ടൈം വേണോ? വേണ്ട. P2ന് ആകെ ബേസ്റ്റ് ടൈം എത്ര മതി? 3 മതി. അപ്പോൾ P2 3 സെക്കൻഡ്സ് എടുത്തു. 3 സെക്കൻഡ്സ് എടുക്കുമ്പോൾ 4ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 7 അല്ലേ? സംശയമില്ലല്ലോ. 7 സെക്കൻഡ് ആയപ്പോൾ അടുത്ത പ്രോസസ്സിന് കൊടുത്തു CPU P3ക്ക്. P3 എപ്പോഴാണ് വന്നത്? 7th സെക്കൻഡ് നാനോ സെക്കൻഡ് ആയപ്പോൾ എത്തി. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു തരാം. 3 പ്രോസസ്സുണ്ട്, P1, P2, P3. P1ന് മൊത്തം 24 യൂണിറ്റ് ടൈം വേണം, P2ന് 3 യൂണിറ്റ് ടൈം വേണം, P3ക്ക് 3 യൂണിറ്റ് ടൈം വേണം CPU. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഏത് അൽഗോരിതം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉപയോഗിക്കും. P1 സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ഏത് അൽഗോരിതമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയൂ കേട്ടോ. സോ ഇവിടെ P1 ആദ്യം വന്നു. സോ P1 0th സെക്കൻഡ് 4 യൂണിറ്റ് ടൈമാണ് ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുക. അത് ക്വസ്റ്റ്യനിൽ തരാൻ വിട്ടുപോയിട്ടുള്ള ഡേറ്റയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 0 to 4 സെക്കൻഡ്സ് 4 യൂണിറ്റ് ടൈം ആരെടുത്തു? P1 പ്രോസസ്സ് എടുത്തു. 4 യൂണിറ്റ് ടൈം എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത P2ന് കൊടുത്തു CPU. പക്ഷേ P2ന് 4 യൂണിറ്റ് ടൈം വേണോ? മാക്സിമം നമുക്ക് 4 യൂണിറ്റ് ടൈം കൊടുക്കാം, പക്ഷേ P2ന് 3 മതി. അപ്പോൾ 4th യൂണിറ്റ് ടൈം തൊട്ട് 3 യൂണിറ്റ് എന്ന് വെച്ചാൽ 4ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 7. അപ്പോൾ 7 യൂണിറ്റ് ടൈം വരെ ആരെടുത്തു? P2 എടുത്തു. 7 യൂണിറ്റ് ടൈം ആയപ്പോൾ P3 വന്നു. P3ക്ക് 4 എണ്ണം വേണോ? വേണ്ട, നമുക്ക് മാക്സിമം 4 വരെ കൊടുക്കാം, പക്ഷേ P3ക്ക് എത്ര മതി? 7 മതി. അപ്പോൾ P3 7th സെക്കൻഡിൽ വന്നു. അതിന് എത്രയാണ് വേണ്ടത്? P3ക്ക് 3 യൂണിറ്റ് ടൈമാണ് വേണ്ടത് അല്ലേ? ബേസ്റ്റ് ടൈം CPUവിൻ്റെ ബേസ്റ്റ് ടൈം P3ക്ക് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 7ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10. സോ P3യുടെ എൻഡിൽ എത്ര കൊടുക്കണം? 10 കൊടുക്കണം. എങ്ങനെയാണ് 10 കിട്ടിയത്? P3യുടെ എൻഡിൽ P3 തുടങ്ങിയത് 7ലാണ്, അതിൻ്റെ ബേസ്റ്റ് ടൈം 3 ആണ്. സോ 7 + 3 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ഇനി 10 എത്തി. അപ്പോൾ നമ്മളുടെ P2ഉം P3യും ഇനി എക്സിക്യൂട്ട് ചെയ്യാനൊന്നുമില്ല, കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ആ 2 പ്രോസസ്സ്. ബാക്കി P1 മാത്രമേ ഉള്ളൂ. നമ്മളുടെ പറഞ്ഞു ഞാൻ ക്വസ്റ്റ്യനിൽ വിട്ടുപോയ ഡേറ്റ് ആണ് 4 യൂണിറ്റ് സെക്കൻഡ്സ് ആണ്.
എന്തിന് ഓരോ പ്രോസസ്സിനും മാക്സിമം കൊടുക്കാവുന്ന ബേസ്റ്റ് ടൈം. സോ അടുത്ത P1 10ാമത്തെ സെക്കൻഡിൽ വീണ്ടും P1 കൊടുത്തു CPU. മാക്സിമം ഏത് വരെ പോവാം? 4 വരെ പോവാം അല്ലേ? 4 ഇതല്ലേ 4 യൂണിറ്റ് ടൈം അല്ലേ? സോ 10 + 4 14. അങ്ങനെ P1 10 മുതൽ 14 വരെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നോക്കും. 10 മുതൽ 14 വരെ ഇപ്പോൾ P1 പിന്നെ P2 പ്രോസസ്സർ വേണോ? വേണ്ട, ഓൾറെഡി ഫുൾ P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. P3 വേണോ? വേണ്ട, ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും P1 എത്ര യൂണിറ്റ് ടൈം എടുക്കും? 4 യൂണിറ്റ് ടൈം എടുക്കും. സോ P1 14ലാണ് ഇപ്പം നിൽക്കുന്നത്. 4 യൂണിറ്റ് ടൈം കൂട്ടുമ്പോൾ എത്രയായി? 14ൻ്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയായി? 18. അപ്പോൾ P1 14 യൂണിറ്റ് ടൈമിൽ തുടങ്ങി എത്ര വരെ എക്സിക്യൂട്ട് ചെയ്യും? 18 വരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 18 ഉള്ളൂ. നമുക്ക് മൊത്തം എത്ര വരെ പോകണം? 24 യൂണിറ്റ് ടൈം വേണം അല്ലേ? സോ നമ്മളിപ്പം 14 വരെ എത്തി. ഇനി വീണ്ടും 4 കൂട്ടുക. 4 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 18 കിട്ടും. ഇനി വീണ്ടും എത്ര ബേസ്റ്റ് ടൈം കൊടുക്കാം നമുക്ക്? മൊത്തം ബേസ്റ്റ് ടൈം 24 ആണ്. അതായത് P2 മൊത്തം എത്ര വേണം? 24 വേണം. അപ്പോൾ വീണ്ടും നമുക്ക് 4 ആഡ് ചെയ്ത് കൊടുക്കാം P1. P1 ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നത് 18ലാണ്. അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് കൊടുത്തു. സോ 18 + 4 എത്ര കിട്ടും? 22. അപ്പോൾ 18 + 4 ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. അപ്പോൾ CPU ബേസ്റ്റ് ടൈം എത്രയാ? P1 എന്ന് പറയുന്ന പ്രോസസ്സിന് 24 അല്ലേ? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം 4 കൊടുത്തു. അതെ, P1 0 to 4 അപ്പോൾ 4 യൂണിറ്റ് ടൈമായി. പിന്നെ P1 കൊടുക്കുന്നത് 10 തൊട്ട് 22 വരെയാണ്. അപ്പോൾ 22 - 10 എത്രയായി? 22 - 10 12 അല്ലേ? അപ്പോൾ 12ഉം പിന്നെ ആദ്യത്തെ ഒരു 4 കിടപ്പുണ്ട്. 13 14 15 16. അപ്പോൾ നമുക്ക് 16 യൂണിറ്റ് ടൈമേ ഇതുവരെ ആര് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ? P1 വേണ്ടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ 16 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രോസസ്സിന് P1 എന്ന് പറയുന്ന പ്രോസസ്സിന് മൊത്തം എത്ര യൂണിറ്റ് ടൈമാണ് വേണ്ടത്? P1 എന്ന് പറയുന്ന പ്രോസസ്സിന് മൊത്തം എത്ര യൂണിറ്റ് ടൈമാണ് വേണ്ടത്? 24. ഇനി നോക്കുക P1 എവിടെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. 0 മുതൽ 4 വരെ, അപ്പം 4 പ്ലസ് P1 10 to 14 വരെ, വീണ്ടും 4. അപ്പം 4 4 8. പിന്നെ 14 to 18 വരെ, 8 4 12. പിന്നെ 18 മുതൽ 22 വരെ, വീണ്ടും 4. അപ്പോൾ വീണ്ടും 4 കൂട്ടുക. 12 കൊണ്ട് 4 കൂട്ടുമ്പോൾ 16. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 16 ആയിട്ടുള്ളൂ. നമുക്ക് മൊത്തം 24 കൊടുക്കണം. CPU ബേസ്റ്റ് ടൈം ആർക്ക്? പ്രോസസ് P1. അപ്പോൾ P1 കൂടെ വീണ്ടും എത്ര കൊടുക്കുക? 4 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 22 കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 26. അപ്പോൾ നെക്സ്റ്റ് P1 22 കഴിഞ്ഞ് അടുത്ത എത്ര ടൈമിലാണ് എൻഡ് ചെയ്യുന്നത്? 26 കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും 4 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 26 കിട്ടി. 26 കൂടെ വീണ്ടും 4 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാവും? 30 ആവും. ഇനി മൊത്തം P1 വരുന്നത് ആഡ് ചെയ്ത് നോക്കിക്കേ. 0 to 4 4, പിന്നെ 10 to 14 4, 14 to 18 4, 18 to 22 4, 22 to 26 4, 26 to 30 4. സോ ടോട്ടൽ ടൈം എത്രയായി? CPU ബേസ്റ്റ് ടൈം 24 ആയി. അപ്പോൾ നമ്മൾ ഈ വരച്ച ചാർട്ടില്ലേ, P1 P2 P3 P1 P1 ഈ ഓർഡറിലുള്ള ചാർട്ട്, ഈ ചാർട്ടിൻ്റെ പേരാണ് ഗൺ ചാർട്ട്. എന്താണ്? ഗൺ ചാർട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഗൺ ചാർട്ട് വരച്ചിട്ടാണ് പ്രോസസ്സിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമൊക്കെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആവറേജ്, ഇപ്പം നമ്മൾ വരച്ചത് ഗൺ ചാർട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആവറേജ് വെയിറ്റിംഗ് ടൈമാണ്. സോ P1 വന്ന ഉടനെ അത് എക്സിക്യൂട്ട് ചെയ്തു. 0 to 4 വരെ അത് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്തത് 10ാമത്തെ യൂണിറ്റ് ടൈമിലാണ്. 4th യൂണിറ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത ശേഷം P1 പിന്നെ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്? 10 യൂണിറ്റ് ടൈമിൽ അല്ലേ? അപ്പോൾ
അത് എത്ര സമയം വെയിറ്റ് ചെയ്തു? 4 മുതൽ 10 വരെയുള്ള ടൈം അത് വെയിറ്റ് ചെയ്തു. 4 മുതൽ 10 വരെ എത്ര? 10 - 4 6 യൂണിറ്റ് ടൈം. 6 യൂണിറ്റ് ടൈം അത് വെയിറ്റ് ചെയ്തു. അതാണ് അവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈമിൽ 6+ ഇട്ടേക്കുന്നത്. ഇനി P2-ഉം 0th സെക്കൻഡ് 0th യൂണിറ്റ് ടൈമിൽ തന്നെയാണ് വന്നത്. പക്ഷെ അത് ഏത് യൂണിറ്റ് ടൈമിലാണ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയത്? 4th അല്ലേ? അപ്പോൾ അത് എത്ര P2 എത്ര സമയം വരെ വെയിറ്റ് ചെയ്തു? 4th. അതാണ് 6 + 4. ഇനി P3-യും 0th യൂണിറ്റ് ടൈമിലാണ് വന്നത്. പക്ഷേ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്തത്? 7th യൂണിറ്റ് ടൈം ആവും വരെ അത് വെയിറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഓഫ് P3 7. അപ്പോൾ വെയിറ്റിംഗ് ടൈം ഓഫ് P1 6, വെയിറ്റിംഗ് ടൈം ഓഫ് P2 4, വെയിറ്റിംഗ് ടൈം ഓഫ് P3 7. അപ്പോൾ 6 + 4 + 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പ്രോസസ്സാണ്? P1 P2 P3 3 പ്രോസസ്സ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 6 + 4 + 7 17 ഡിവൈഡഡ് ബൈ 3 സോൾവ് ചെയ്യുമ്പോൾ 5.66 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. കൺസിഡർ എ ഡിസ്ക് പാക്ക് വിത്ത് 16 സർഫസസ്, 128 ട്രാക്സ് പെർ സർഫസ് ആൻഡ് 256 സെക്ടേഴ്സ് പെർ ട്രാക്ക്. 512 bytes of data are stored in a bit serial manner in a sector. The capacity of the disk pack and the number of bits required to specify a particular sector in the disk are respectively 3 ചോയ്സ് വന്നിട്ടുണ്ട്. അതിലേത് ചോയ്സാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡിസ്ക് പാക്കിൻ്റെ കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം, ഒരു പർട്ടിക്കുലർ സെക്ടർ അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ ഒരു സെക്ടറിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെന്നുള്ളതും കണ്ടുപിടിക്കണം. ഇനി ഡിസ്കിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? 16 സർഫസ് ഉണ്ട് ഡിസ്കിന്. ആ 16 സർഫസിലും ഓരോ സർഫസിലും 128 ട്രാക്സ് ഉണ്ട്. മൊത്തം 16 സർഫസ് ഉണ്ട് ഒരു ഡിസ്കിന്. ആ 16 സർഫസിലെ ഓരോ സർഫസിനും 128 ട്രാക്സ് ഉണ്ട്. ഇനി ഓരോ ട്രാക്കിനും 256 സെക്ടേഴ്സ് ഉണ്ട്. ഇനി എത്ര ബിറ്റാണ് ഓരോന്നിലും സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്നത്? 512 ബിറ്റ്സാണ് ഓരോ സെക്ടറിലെ സ്റ്റോർ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ഡിസ്ക് പാക്കിന് 16 സർഫസ് ഉണ്ട്. ഓരോ സർഫസിലും 128 ട്രാക്ക് ഉണ്ട്. അതിൽ ആ ഓരോ ട്രാക്കിലും 256 സെക്ടേഴ്സ് ഉണ്ട്. അതിൽ 512 ബൈറ്റ്സ് ഓഫ് ഡേറ്റ ആണ് സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്നത്. നമുക്ക് ഡിസ്ക് പാക്കിൻ്റെ കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ബിറ്റ്സ് ഓരോ സെക്ടറിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സും കണ്ടുപിടിക്കണം. സോ ഡിസ്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. എത്ര സർഫസ് ഉണ്ടോ സർഫസ് ഇൻറ്റു ട്രാക്ക് ഇൻറ്റു സെക്ടർ ഇൻറ്റു ബൈറ്റ്സ്, അതാണ് ഫോർമുല. സർഫസ് ഇൻറ്റു ട്രാക്ക് ഇൻറ്റു സെക്ടർ ഇൻറ്റു ബൈറ്റ്സ്. സർഫസ് എത്ര സർഫസ് ഉണ്ട്? 16 സർഫസ്. സോ 16 ഇൻറ്റു എത്ര ട്രാക്ക് ഉണ്ട് ഓരോ സർഫസിലും? 128. അപ്പോൾ 16 ഇൻറ്റു 128 ഇൻറ്റു 256 ഇൻറ്റു 512. ഇനി ആൻസർ കണ്ടുപിടിക്കണ്ടേ? നോക്കിക്കേ, ഓപ്ഷൻസിൽ നോക്കിക്കേ, മെഗാബൈറ്റിലാണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് മെഗാബൈറ്റിൽ വേണം ആൻസർ കണ്ടുപിടിക്കാൻ. പക്ഷേ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബൈറ്റ്സിലാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, ആദ്യം നമുക്ക് ബൈറ്റ്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ മെഗാബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 16 നമുക്ക് 2ൻ്റെ പവറിൽ എങ്ങനെ എഴുതാം? 2⁴ ആണ് 16. 128 നമുക്ക് എങ്ങനെ എഴുതാം? 2⁻7. 256 എങ്ങനെ എഴുതാം? 2⁸. പിന്നെ 512 എങ്ങനെ എഴുതാം? 2⁹. സോ 2⁴ ഇൻറ്റു 2�7 ഇൻറ്റു 2⁸ ഇൻറ്റു 2⁹. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 2�28 എന്ന് കിട്ടും. പ്ലസ് എന്നാണ് ഇട്ടേക്കുന്നത്, ഇൻറ്റു ആണ് കേട്ടോ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ 2⁴ ഇൻറ്റു 2�7 ഇൻറ്റു 2⁸ ഇൻറ്റു 2⁹. അപ്പം a⁻m ഇൻറ്റു a⁻n a⁻m+n. സോ 2�28. 2�28 നമുക്ക് എന്ത് എഴുതാം? 2⁻20 ഇൻറ്റു 2⁸. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 2⁻20 ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2⁻20 ഇൻറ്റു 2⁸ ബൈറ്റ്സ്. 2⁸ 256, 2⁻20 മെഗാബൈറ്റ്.
നമ്പർ ഓഫ് സെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സർഫസ് ഇൻറ്റു ട്രാക്ക് ഇൻറ്റു സെക്ടർ ചെയ്താൽ മതി. അപ്പോൾ 2⁴ ഇൻറ്റു 2⁷ ഇൻറ്റു 2⁸. ടോട്ടൽ 2⁻19. അപ്പോൾ നമ്പർ ഓഫ് സെക്ടേഴ്സും കിട്ടി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് 2⁻56 മെഗാബൈറ്റ് 19 ബിറ്റ്സ്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റെഫറൻസ് സ്ട്രിംഗ് 012301230123 Find number of page fault occurred if FIFO algorithm is used. Number of frames used is 3. അപ്പോൾ നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. പേജ് ഫോൾട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അൽഗോരിതം വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത് 3 ആണ്. സോ 3 ഫ്രെയിംസ് ആണുള്ളത്. ഞാൻ 3 ഫ്രെയിംസ് 3 റോ വരച്ചിട്ടുണ്ട്. ആദ്യം 0 വന്നു. അതിനു മുമ്പ് പേജ് ഫോൾട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ മെമ്മറിയിൽ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 0ഉം 1ഉം 2ഉം മെമ്മറിയിലുണ്ട്. വീണ്ടും ഒരു 1 വന്നാൽ അത് മെമ്മറിയിൽ കിടപ്പുണ്ടല്ലോ, അത് ഹിറ്റാണ്. മെമ്മറിയിൽ ഇല്ലെങ്കിലാണ് അതിനെ പേജ് ഫോൾട്ട് എന്ന് പറയുക. അപ്പോൾ 0 ആദ്യം വന്നു. സോ 0 എഴുതി. പിന്നെ 1 വന്നു, 1. പിന്നെ 2 വന്നു. അപ്പോൾ 0 1 2 3 ഫ്രെയിമും നിറഞ്ഞു. ഇനി അടുത്ത് 3 വരും. 3 വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. സോ ആദ്യം വന്ന ആളെ മാറ്റിയിട്ട് വേണം ഇപ്പോൾ വന്ന ആളെ കയറ്റാൻ. അപ്പം 0ഉം 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ 0 ആണ് ആദ്യം വന്നത്. സോ 0നെ മാറ്റിയിട്ട് 3 ഇട്ടു. അപ്പോൾ 3 1 2. അടുത്ത പിന്നെ വീണ്ടും 0 വന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇപ്പം നമ്മളുടെ കയ്യിൽ 3ഉം 1ഉം 2ഉം ഉണ്ട്. ആരാ രണ്ടാമത്? ഈ 3ഉം 1ഉം 2ലും ആദ്യം വന്നത് ആരാ? 1. സോ 1നെ മാറ്റിയിട്ട് 3 0 2. പിന്നീട് വന്നത് 1 ആണ്. നമ്മളുടെ കയ്യിൽ 3 0 2 ഉണ്ട്. അപ്പം ഏറ്റവും ആദ്യം 3 0 2 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വന്നത് 2 ആണ്. സോ 2നെ മാറ്റിയിട്ട് 1 എഴുതി. പിന്നെ വരുന്നത് 2 ആണ്. നമ്മളുടെ കയ്യിലുള്ളത് 3 0 1. 3 0 1 കമ്പയർ ചെയ്യുമ്പോൾ 3 ആണ് ആദ്യം വന്നത്. സോ 3 മാറ്റിയിട്ട് 2 എഴുതി. ഇപ്പം നമ്മളുടെ കയ്യിൽ 2 0 1 ഉണ്ട്. ഇൻപുട്ടായിട്ട് വന്നത് 3 ആണ്. സോ 2ഉം 0 1ഉം കമ്പയർ ചെയ്യുമ്പം 0 ആണ് ആദ്യം വന്നത്. സോ 0നെ മാറ്റി 3 എഴുതി. ഇങ്ങനെ ഓരോ നമ്പറായിട്ട് നോക്കണം. പക്ഷെ അവസാനത്തെ തൊട്ട് മുമ്പിൽ നോക്കിക്കേ, 1 2 3 ആണ് നമ്മളുടെ മെമ്മറിയിലുള്ളത്. വീണ്ടും ലാസ്റ്റ് നമ്പർ 1 ആണ്. നോക്കുമ്പോൾ 1 ഓൾറെഡി മെമ്മറിയിൽ ഉണ്ട്. സോ അതൊരു ഹിറ്റാണ്. ബാക്കിയെല്ലാം പേജ് ഫോൾട്ടാണ്. ഹിറ്റെന്ന് വെച്ചാൽ മെമ്മറിയിൽ ഉള്ള ഒരു സാധനം തന്നെ വീണ്ടും വരിക. അപ്പോൾ ഇവിടെ ഒരു ഹിറ്റേ സംഭവിച്ചുള്ളൂ. ബാക്കിയെല്ലാം പേജ് ഫോൾട്ടാണ്. എത്ര ഫോൾട്ട് ഉണ്ട് എന്ന് നോക്കിക്കേ, 12 പേജ് ഫോൾട്ട് ഉണ്ട്. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എത്ര നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് 12 ആണ്. ഇനി പേജ് ഫോൾട്ട് റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ മൊത്തം എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? ഇവിടെ 13 ഉണ്ടായിരുന്നു. സോ 12/13 കണ്ടുപിടിക്കണം. ആൻഡ് ആൻസർ 0.923. അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 92.3%. അടുത്ത ക്വസ്റ്റ്യൻ, let the page fault service time be 10 milliseconds in a computer with average memory access time being 20 nanoseconds. If one page fault time is generated for every 10⁻⁶ memory accesses, what is the effective access time for the memory? അപ്പോൾ പേജ് ഫോൾട്ട് സർവീസ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് 10 milliseconds ആണ്. ആവറേജ് മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ടൈം 20 നാനോസെക്കൻഡ്സ് ആണ്. അതായത് പേജ് ഫോൾട്ട് സംഭവിച്ചാൽ അത് 10 milliseconds, മെമ്മറിയിൽ പോയി എടുക്കാനുള്ളത് 20 നാനോസെക്കൻഡ്സ്. ഇനി ഒരു പേജ് ഫോൾട്ട്, അതായത് ഓരോ 10⁻⁶ മെമ്മറി ആക്സസിനും ഒരു പേജ് ഫോൾട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ആക്സസ് ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ പേജ് ഫോൾട്ടിന് ഞാൻ 1/10 p എന്ന് കൊടുത്തു. അത് 1/10⁶ ആണ്. ഇഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാൻ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. പേജ് ഫോൾട്ട് റേറ്റ് ഇൻറ്റു പേജ് ഫോൾട്ട് സർവീസ് ടൈം പ്ലസ് 1 - പേജ് ഫോൾട്ട് റേറ്റ് ഇൻറ്റു മെമ്മറി ആക്സസ് ടൈം. അപ്പം
നമുക്ക് പേജ് ഫോൾട്ട് പിയുടെ വാല്യൂ 1/10⁻6 ഇൻറ്റു പേജ് ഫോൾട്ട് സർവീസ് ടൈം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 milliseconds. അപ്പോൾ 10 പ്ലസ് 1 - p. അപ്പോൾ 1 - പിയുടെ വാല്യൂ 1/10⁻6 ഇൻറ്റു മെമ്മറി ആക്സസ് ടൈം 20 nanoseconds ആണെന്ന് തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യുമ്പോൾ 30 nanoseconds എന്ന് നമുക്ക് ആൻസർ കിട്ടും.